വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള 15 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കാർന്നോന്മാർക്കും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ടൈലോസ്. അതായത് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഫുൾ ചാർജിൽ 60 കിലോമീറ്റർ പോകാം. ഈ കറണ്ട്, അതായത് ഫുൾ ചാർജ് ചെയ്യാനായിട്ട് 1 യൂണിറ്റ് കറണ്ട് മതി. അപ്പോൾ 4 രൂപയുടെ കറണ്ട് ചാർജ് കൊണ്ട് നമുക്ക് 60 കിലോമീറ്റർ ഓടാം. ഈ പറഞ്ഞ 50,000 രൂപ മുതൽ ഒരു 65,000 രൂപ വരെയുള്ള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെ ഷോറൂമാണ്. അതായത് KPA ഇലക്ട്രിക്കൽ സ്കൂട്ടർ. ഈ സ്കൂട്ടർ ഏതാണ്? ടൈലോസ് എന്ന് പറഞ്ഞ സ്കൂട്ടറാണ്. ഇലക്ട്രിക്കൽ സ്കൂട്ടർ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ളതും നല്ല ബെനിഫിറ്റ് ഉള്ളതായിട്ടുള്ള സ്കൂട്ടറാണ്. അപ്പോൾ ഈ ഷോറൂം ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ പാലക്കാട് ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ നിന്ന് ബാങ്ക് റോഡ് പോണ വഴിക്ക് ധനലക്ഷ്മി ബാങ്കിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഷോറൂം. അപ്പോൾ നമുക്ക് ഈ ഷോറൂമിൻ്റെ വിശേഷങ്ങളും ആ സ്കൂട്ടറിൻ്റെ ഡീറ്റെയിലും അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം, എൻ്റെ പേര് അബു ആലത്തൂർ. KPA സ്കൂട്ടേഴ്സ് ആലത്തൂർ എന്നാണ് എൻ്റെ ഷോപ്പിൻ്റെ പേര്. KPA സ്കൂട്ടേഴ്സ് പാലക്കാട് എൻ്റെ ഹെഡ് ഓഫീസാണ്. നമ്മൾക്ക് ഇവിടെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് 15 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ്. നമുക്ക് ന്യൂട്രോൺ, ടൈലോസ് ഈ 2 കമ്പനികളുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിത് മെയിനായിട്ട് നമ്മൾക്ക് ലൈസൻസ് ആവശ്യമില്ല, ഹെൽമെറ്റ് ആവശ്യമില്ല, ഇൻഷുറൻസ് ആവശ്യമില്ല. പക്ഷേ നമ്മളിത് ഹെൽമെറ്റ് നമ്മൾ കമ്പനി വകയായിട്ട് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മിക്കവാറും ആളുകൾ എടുക്കാറില്ല. ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിത് ലോ സ്പീഡ് ആണെങ്കിലും നമുക്കിത് ലാഭം കൂടുതലായിരിക്കും. മെയിനായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് 60 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെ നമുക്ക് ഉപയോഗിക്കാവുന്ന ബാറ്ററീസ് നമ്മളിൽ അവൈലബിൾ ആണ്. ഏറ്റവും സാധാരണക്കാർക്ക് നമ്മൾക്ക് 60 കിലോമീറ്റർ ഓടുന്ന വണ്ടികളായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. അതാവുമ്പോൾ നമുക്ക് എമൗണ്ടും കുറവായിരിക്കും. ഇതിൽ നമുക്ക് വന്നിട്ട് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ആകെ 3000 രൂപ മുതൽ ചിലവേ നമുക്ക് വരുന്നതായിട്ടുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ മെയിൻ്റെനൻസ് ആയിട്ട് നമുക്ക് ഓയിൽ ചേഞ്ച് അങ്ങനെയൊന്നും വരാറില്ല. ആകെ ജസ്റ്റ് നമ്മൾ ടയറ്, മറ്റുള്ള കേബിള്, സ്വിച്ച് അതുപോലെയുള്ള ഐറ്റംസ് മാത്രം മാറ്റാവുന്നുള്ളൂ. ബ്രേക്ക് ഷൂ അതുപോലെയുള്ള ചുരുങ്ങിയ സാധനങ്ങൾ മാത്രമേ നമുക്കിതിൽ മാറ്റാവുന്നതായിട്ടുള്ളൂ. മെയിനായിട്ട് നമ്മളിതിൽ ആലോചിക്കേണ്ടത് വന്നിട്ട് നമ്മൾ രജിസ്റ്റേർഡ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ വിത്തൗട്ട് രജിസ്ട്രേഷൻ വണ്ടികൾ ഉപയോഗിച്ച് പഴക്കമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ വണ്ടി ചാർജ് ചെയ്ത ഉടനെ ഉപയോഗിക്കാതിരിക്കുക. ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക. അതുപോലെ തന്നെ ഉപയോഗിച്ച് വന്ന ഉടനെ ചാർജ് ചെയ്യാതിരിക്കുക. അതും ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലൈഫ് ലോങ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാറില്ല. മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നൊരു പ്രയാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈസൻസ് ഇല്ലാത്ത വണ്ടികൾ അല്ലെങ്കിൽ ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉപയോഗിക്കാത്ത നേരെ ഡയറക്റ്റ് രജിസ്റ്റേർഡ് വണ്ടികൾ എടുക്കുന്ന ആളുകൾക്ക് മെയിനായിട്ട് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് പെട്രോൾ വണ്ടിയായിട്ട് ഒരുപാട് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കുറേ പ്രയാസങ്ങൾ ഇപ്പോൾ കണ്ടുവരാറുണ്ട്. കുറേ ആൾ നെഗറ്റീവ് പറയാറുണ്ട്. നമ്മൾ മെയിനായിട്ട് നമ്മൾ ആലോചിക്കേണ്ടി വന്നിട്ട് ഒരു സിനിമയുടെ 2ാം ഭാഗം കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും അറിയാതെ കാണില്ല. അതുപോലെയാണ് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 1ാം ഭാഗം കറക്റ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ശേഷം കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. മെയിനായിട്ട് ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്പീഡ് അറിയാമല്ലോ, ലോ സ്പീഡാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാമെന്നുള്ളൊരു പ്രയാസമില്ലാതെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂട്ടർ, ടൈലോസ് ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായവർ അല്ലെങ്കിൽ 15 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്കൊക്കെ സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ഈ 18 വയസ്സ് കഴിയുന്നതിന് മുമ്പ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ട് പല പല പ്രശ്നങ്ങളാവുണ്ട് ചില പിള്ളേർക്ക്. അപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള 15 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കാർന്നോന്മാർക്കും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ടൈലോസ്. അതായത് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഫുൾ ചാർജിൽ 60 കിലോമീറ്റർ പോകാം. പിന്നെ ഇതിന് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 58,000 രൂപക്ക് ഈ സംഭവം ഫുള്ള് ഓൺ റോഡ് 58,000 രൂപ കൊണ്ട് ഇറങ്ങും. പിന്നെ ഇതിന് ഇൻഷുറൻസ് വേണ്ട, ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വേണ്ട.
പക്ഷെ ഇതൊക്കെ വേണ്ടെങ്കിലും ഹെൽമെറ്റ് വെക്കുന്നതും ഇൻഷുറൻസ് എടുക്കുന്നതൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എടുത്താൽ നല്ലതാണ്. ഇനിയിപ്പോൾ എടുത്തില്ല എന്ന് വെച്ച് ഒരു കേസോ അല്ലെങ്കിൽ ഒരു നിയമവിരുദ്ധമോ അല്ല, പക്ഷെ എടുത്ത് ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ കാർന്നോന്മാരോ പിള്ളേരോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ്. സൂപ്പർ വണ്ടിയാണ് ഇത്. 60 കിലോമീറ്റർ സുഖമായിട്ട് പോകാം. ലോക്കലൊക്കെ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് ടൈലോസ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ നമുക്ക് കാണിച്ചു തരാം. ഈ വണ്ടിക്കകത്ത് നമുക്ക് രജിസ്ട്രേഷൻ വരുന്നില്ലെങ്കിലും നമുക്കൊരു ആൻറ്റി തെഫ്റ്റ് ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. ഇത് നമ്മൾക്ക് വന്നിട്ട് ആരെങ്കിലും വീട്ടിൽ വന്ന് വണ്ടി തൊടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുവാദം കൂടാതെ തൊടുകയാണെങ്കിൽ നമുക്കതിന് അലാറം അടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് മിസ്സായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അലാറം സൗണ്ട് കേൾക്കും. വണ്ടി ടയർ നമ്മൾക്ക് അനക്കത്തില്ല, ലോക്കായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ആരും എടുത്തിട്ട് പോകില്ല, നമുക്ക് ഉറപ്പ് വരുത്താം. അതുപോലെ തന്നെ നമുക്കിതിൽ അലാറം സൗണ്ട് ഉണ്ട്. നമ്മളിപ്പോൾ ദൂരെ എങ്ങാനും വണ്ടി നിർത്തി നമ്മളുടെ ഒരേപോലെയുള്ള വണ്ടി 2 ഉണ്ടെങ്കിൽ നമ്മളുടെ വണ്ടി അതിനെ കണ്ടുപിടിക്കാൻ നമുക്കിതിൽ അലാറം സൗണ്ട് ഉണ്ട്. അതിനകത്ത് ഇതുപോലെ സൗണ്ട് വരുന്നതാണ്. ഈ വണ്ടി എടുത്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 60 കിലോമീറ്റർ തൊട്ട് 150 കിലോമീറ്റർ വരെയും ഓടാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ബാറ്ററികളിൽ ഇതിൽ മാറ്റി വെക്കാം. പിന്നെ ഇപ്പോൾ 60 കിലോമീറ്ററാണ് ഓടണമെങ്കിൽ ഇതിനാകെ 4 രൂപയുടെ ഇലക്ട്രിസിറ്റിയേ വരുള്ളൂ. അത്രയും, അതായത് 1 യൂണിറ്റ് കറണ്ട്, അതായത് ഫുൾ ചാർജ് ചെയ്യാനായിട്ട് 1 യൂണിറ്റ് കറണ്ട് മതി. അപ്പോൾ 4 രൂപയുടെ കറണ്ട് ചാർജ് കൊണ്ട് നമുക്ക് 60 കിലോമീറ്റർ ഓടാം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ നമ്മുടെ ഇതിൻ്റെ ഒരു ചിലവ് എത്രയാണെന്ന്. പിന്നെ അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ലോ സ്പീഡാണ്. ഈ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർന്നോന്മാർക്ക് 15 വയസ്സുള്ള കഴിഞ്ഞ കുട്ടികൾക്ക്, പിന്നെ പേപ്പർ ഇടുന്നവർക്ക്. പിന്നെ പേപ്പർ ഇടുന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല സ്പേസാണ്. നല്ല സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാധനം നമ്മൾ മറ്റുള്ള പെട്രോൾ വണ്ടികളിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പേസ് ഇവിടെ ഉണ്ട്. അത് ശരിക്കും നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ടോ. 2 ചെരുപ്പിൻ്റെ ഇതുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ പേപ്പർ ഇടാൻ പോകുന്നവർക്ക്, പാല് കൊണ്ടുപോകുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ചെറിയ ചിലവിൽ. അപ്പം ലോക്കലൊക്കെ ഓടുന്നവർക്ക് ഇത് വണ്ടി ഉപയോഗിക്കാം. പിന്നെ അതേപോലെ ചില ആളുകൾ പല ഐറ്റംസായിട്ട് ഓരോ കടകളിൽ സപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ചിലവർക്കൊക്കെ ഈ ഓട്ടോറിക്ഷയും അതേപോലെ തന്നെ ഒമിനി അതുപോലുള്ള വണ്ടികൾ എടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള വണ്ടികളിൽ 2 വീലറിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് മേടിക്കുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നല്ല സ്പേസ്, അതായത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടികളേക്കാൾ കൂടുതൽ സ്പേസ് ഉണ്ട്. പിന്നെ ഇന്ധന ചെലവും കുറവാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും കുറവാണ്. ഈ പറഞ്ഞ പോലെ 50,000 രൂപ മുതൽ ഒരു 65,000 രൂപ വരെയുള്ള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവരൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത റിവേഴ്സ് ഗിയർ ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. അങ്ങനെ അത്യാവശ്യം ഒരു സാധാരണക്കാരനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. കേരളത്തിൽ റോഡ് അപകടങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും റോഡിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളുടെ ജീവനും നമ്മളുടെ മുമ്പിൽ കാണുന്ന ആളുടെ ജീവനും സംരക്ഷിതയോടെ വണ്ടി ഓടിക്കുക. നമ്മുടെ KPS സ്കൂട്ടേഴ്സ് ആലത്തൂരിന്ന് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് നമുക്ക് ഒരു ഓഫറുണ്ട്. അത് ഏത് വണ്ടി എടുക്കുകയാണെന്ന് നമുക്ക് 2000 രൂപ ഡിസ്കൗണ്ടും പ്ലസ് നമുക്കൊരു ഹെൽമെറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ പരിചയക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ഓട്ടോസ് വീണ്ടും വരും.